ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ്. 2 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക്, വണ്ണമില്ലാത്ത കുട്ടികളാണെങ്കിൽ, അതായത് അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ആദ്യം ഒരു ചെറിയ ഗ്ലാസ്സിൽ പാലെടുത്തു. പിന്നെ അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളവും ഒഴിക്കണം. കാരണം ഇത് തിക്കായിട്ടുള്ളൊരു പാലായതുകൊണ്ട് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എടുക്കാൻ. അതിനുശേഷം ഞാൻ ബ്രൗൺ ഷുഗറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ബ്രൗൺ ഷുഗർ ഒരു ആവശ്യത്തിന് മധുരം എത്രയാണോ കുട്ടികൾക്ക് വേണ്ടത് അതിനനുസരിച്ച് കുറച്ചിട്ടാൽ മതി. ഒരു കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം അതിട്ട് നമ്മൾക്കിത് തിളപ്പിക്കാം കുറച്ച് നേരത്തേക്ക്. പിന്നെ കുട്ടികൾക്ക് അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ മാത്രം ഇങ്ങനെ ഇതുപോലത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്താൽ മതി. അല്ലാത്ത കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഓട്സ് ഇടാം നമുക്ക്. ഞാനൊരു 3 ടീസ്പൂൺ ഓട്സ് ഇടുന്നുണ്ട്. ഓട്സ് ഇട്ടതിന് ശേഷം നമ്മൾക്ക് കുറച്ച് ബദാമും കാഷ്യൂനട്ടും കൂടെ പൊടിച്ച് വെച്ച പൊടിയുണ്ട്, അതും കൂടെ ഇതിലോട്ട് ചേർക്കണം. ഇനി ഇത് നമ്മൾക്ക് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചീസ് ഇടാൻ വേണ്ടിയിട്ട്. ചീസ് സ്ലൈസ് ആയാലും മതി, അല്ലെങ്കിൽ ക്യൂബായിട്ടുള്ള ചീസ് കിട്ടുവാണെങ്കിലും മതി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വേണ്ടത്. ഇത് ഇട്ടതിന് ശേഷം ആ ചൂടിൽ ഇത് മെൽറ്റ് ആയിക്കോളും. അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ചൂടിൽ ഇങ്ങനെ വെച്ച് ഒരുപാട് മിക്സ് ഒന്നും ചെയ്യേണ്ട, തനിയെ അത് മിക്സ് ആയിക്കോളും. അപ്പോൾ അത്രേ ഉള്ളൂ. അത് ചൂടാറിയതിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിലോട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബ്ലൂബെറി ഉള്ളതുകൊണ്ട് അത് കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് കിട്ടും. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.